പറയുന്ന ആരെങ്കിലുമൊക്കെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ആക്സിഡന്റ് നടക്കുകയോ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുകയോ ചെയ്ത് മരണപ്പെടുന്ന സമയത്ത് വാടാ ഞങ്ങൾ കരയുന്നത് നീ കൃത്യമായിട്ട് നമ്മുടെ ചാലൂടെ ഒന്ന് എയർ ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ വാ, എന്റെ കണ്ണീര് ഒപ്പി എടുക്കുമോ എന്ന് പറയുന്നവരാണോ ഇതിനകത്ത്? ഇത്രയും വലിയൊരു വിമാന ദുരന്തത്തിലെ ഒരു മഹാത്ഭുതം തന്നെ ഇതിനെ വിശേഷിപ്പിക്കണം. കാരണം 242 പേരുമായിട്ട് പറന്നുയർന്ന ആ വിമാനം പൊട്ടിത്തെറിച്ചതിന് ശേഷം അല്ലെങ്കിൽ ചാരമായി തീർന്നതിന് ശേഷം അതിൽ അവശേഷിച്ച ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്ന സമയത്ത് അതൊരു അത്ഭുതമാണ്. കാരണം ഈ ഒരു വാർത്ത കേട്ട സമയത്ത് നമ്മളിൽ പലരും പറഞ്ഞു പോയിട്ടുണ്ടായിരിക്കും, മനസ്സിലെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരിക്കും ആരെങ്കിലും രക്ഷപ്പെട്ടിട്ടില്ലേ എന്ന്. അപ്പം ഇല്ല എന്ന് പലപ്പോഴും മീഡിയയിലൂടെ കേട്ട സമയത്ത് ഇത് കേൾക്കുന്ന പിന്നീട് കുറേ മണിക്കൂറിന് ശേഷം അല്ലെങ്കിൽ സമയത്തിന് ശേഷം ഇങ്ങനൊരു വാർത്ത കേൾക്കുന്ന സമയത്ത് എന്തോ ഒരു ചെറിയൊരു ആശ്വാസം കിട്ടിയതുപോലെ തന്നെ തോന്നിയിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ സഹോദരനും കൂടെ ഉണ്ടായിരുന്നു. ഇവര് ബ്രിട്ടീഷ് പൗരരാണ്. അപ്പം നാട്ടിൽ ഈ പറയുന്ന ബന്ധുക്കളെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്, ഇന്ത്യയിലേക്ക് വന്നതാണ്. അത് കഴിഞ്ഞ് തിരിച്ചു പോവുകയായിരുന്നു, ലണ്ടനിലേക്ക് പോവുകയായിരുന്നു. ഇദ്ദേഹത്തിന്റെ സീറ്റ് നമ്പർ 11A ആയിരുന്നു. ഇദ്ദേഹം എമർജൻസി എക്സിറ്റിലൂടെ രക്ഷപ്പെട്ടതാണ്. ഇദ്ദേഹത്തിന് നല്ല രീതിക്ക് പരിക്കേറ്റിട്ടുണ്ട്, കണ്ണിനും നെഞ്ചത്തും പാദത്തിലൊക്കെ പരിക്കേറ്റിട്ടുണ്ട്. കണ്ടാൽ തന്നെ അറിയാതെ, ആ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ വ്യക്തമാകുന്നുണ്ട്. അപ്പം ഈ ഒരു സംഭവം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇന്ന് ഏകദേശം 1:15 1:38 ആ ഒരു ടൈമിനിടയിൽ കറക്റ്റ് പലതിലും പല ടൈം പറയുന്നുണ്ട്. ഇതിനിടയിൽ കൃത്യമായിട്ട് അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ എയർപോർട്ടിൽ നിന്ന് പറന്നുയർന്ന എയർ ഇന്ത്യയുടെ വിമാനമാണ് 242 പേരുമായിട്ട്. അറിയുന്ന കാര്യമാണ്. 2 പൈലറ്റുമാർ, 10 ക്യാബിൻ ക്രൂ, ബാക്കിയുള്ള ഈ പറയുന്ന യാത്രികർ. അതിനകത്ത് 169 ഇന്ത്യക്കാർ, 23 ബ്രിട്ടീഷ് പൗരന്മാർ, പിന്നെ 7 പേരോ മറ്റോ ആണെന്ന് തോന്നുന്നു പോർച്ചുഗീസ് പൗരന്മാർ, അങ്ങനെ ഉള്ള ആൾക്കാർ. ഒന്നാണെന്നുണ്ടെങ്കിൽ കനേഡിയൻ പൗരൻ. ഇതിനകത്ത് 2 നവ ശിശുക്കളും പിന്നെ ഈ പറയുന്ന നമുക്ക് 10 കുട്ടികളും എന്തോ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഇത് എനിക്കൊന്ന് മെഡിക്കൽ സ്റ്റുഡൻസ് അങ്ങനെ എന്തോ താമസിക്കുന്ന ഒരു ഹോസ്റ്റലിന്റെ മുകളിലേക്കാണ് വീണിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇടിച്ചു കയറിയെന്ന് പറയുന്നത്. അപ്പം അവിടെ ഉണ്ടായിരുന്ന 5 കുട്ടികളും മരണപ്പെട്ടിട്ടുണ്ട്. ഇതിനെക്കാളും എന്നെ ഭയങ്കരമായിട്ട് വേദനിപ്പിച്ചൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ എത്ര പേര് നോക്കിയെന്ന് എനിക്കറിയത്തില്ല. ഇതിനകത്തൊരു മലയാളിയായിട്ടുള്ള രഞ്ജിത എന്ന് പറയുന്ന ഒരു നേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ വാർത്ത മാത്രമേ നമ്മുടെ ചാനൽസിലുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും അരോചകമായിട്ട് തോന്നിയത് എന്ത് മാധ്യമ പ്രവർത്തനമാണ് നമ്മുടെ ഈ മാമകൾ നടത്തുന്നത്, മാപ്രകൾ നടത്തുന്നതെന്നാണ്. അതായത് ഇത്രയും തരം താഴ്ന്ന ലെവലിലേക്ക് പോകുന്ന മാധ്യമ പ്രവർത്തനം സത്യത്തിൽ ഈ പറയുന്ന മലയാളികൾക്ക് ഇതൊരു ഹരമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവരുടെ 2 മക്കള്, ഈ പറയുന്ന കണക്ക് ഒരു കുഞ്ഞുമകളും ഒരു കുഞ്ഞുമകനും ഉണ്ട്. അവർ 2 പേരും നമുക്ക് തന്നെ ആ കുഞ്ഞ് പറയുന്ന വാക്കുകളുണ്ട്, എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കും, എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം ഈ ഒരു സിറ്റുവേഷനിൽ എന്ത് നടന്നു എന്ന് അറിയുന്നതിന് മുൻപ് ആ കുഞ്ഞ് കരഞ്ഞ് പറയുന്ന കാര്യമാണ്. അവർ നെഞ്ചത്ത് അടിച്ച് കരയുന്ന, അല്ലെങ്കിൽ അത്രയും സഹിക്കാൻ പറ്റില്ല ഒരു മനുഷ്യർക്കും. ആ ഒരു വേദന കണ്ടു നിൽക്കാൻ സഹിക്കില്ല. അവിടേക്ക് ക്യാമറ കണ്ണുമായിട്ട് കുത്തി കയറ്റിക്കൊണ്ട് കൃത്യമായിട്ട് അത് ഷൂട്ട് ചെയ്ത് ഞാൻ ആദ്യം എറിയും, ഇല്ല ഞാൻ ആദ്യം എറിയും എന്നിങ്ങനെ മത്സരിച്ച് ഈ പറയുന്ന എന്തോ ഒരു കുറേ കാലം പട്ടിണി കിടന്നതിന് ശേഷം മാംസകഷ്ണം കിട്ടുന്ന സമയത്ത് കുറുക്കന്മാരോ നരികളോ കടി കൂടുമല്ലോ, അങ്ങനെ കടി കൂടിയിട്ട് അതിൽ ഒന്നാമതെത്താൻ വേണ്ടി ശ്രമിക്കുന്ന അതുപോലെയാണ് ഇവന്മാര്. ഒന്നും അറിഞ്ഞില്ല, എന്തായെന്നറിയില്ല, പക്ഷെ ഇവർക്ക് കൃത്യമായിട്ട് അറിയാം മരണപ്പെട്ടു എന്നുള്ള കാര്യം അറിഞ്ഞിട്ട് പോലും അവരുടെ വേദന കൃത്യമായിട്ട് ആ ക്യാമറ കണ്ണിലൂടെ ഒപ്പിയെടുത്ത് ആദ്യം എയർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഈ പറയുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത്, ഈ ഒരു വൃത്തികെട്ട കാര്യത്തിന് വേണ്ടി മനുഷ്യരുടെ എത്ര വലിയ വേദനകളെയും ഇങ്ങനെ ഇതുപോലെ ബിസിനസ് ആക്കി മാറ്റുന്ന മാധ്യമ പ്രവർത്തനം. ഇതാണോ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത്? എനിക്ക് തോന്നിപ്പോയൊരു കാര്യം എന്ന് പറയുന്നത്, ഇവരുടെ ഒന്നും വീട്ടിൽ സത്യത്തിൽ ഈ പറയുന്ന രക്തബന്ധങ്ങളോ അല്ലെങ്കിൽ ബാക്കി ആൾക്കാരോ അല്ലെങ്കിൽ രക്തബന്ധങ്ങൾക്കോ അല്ലെങ്കിൽ ഇവരൊന്നും വില കൽപ്പിക്കുന്നില്ലേ? സ്വന്തം വീട്ടിൽ ഈ പറയുന്ന ആരെങ്കിലുമൊക്കെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ആക്സിഡന്റ് നടക്കുകയോ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുകയോ ചെയ്ത് മരണപ്പെടുന്ന സമയത്ത് വാടാ ഞങ്ങൾ കരയുന്നത് നീ കൃത്യമായിട്ട് നമ്മുടെ ചാലൂടെ ഒന്ന് എയർ ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ വാ, എന്റെ കണ്ണീര് ഒപ്പി എടുക്കുമോ എന്ന് പറയുന്നവരാണോ ഇതിനകത്ത്? ഒരാൾക്ക് പോലും ഒരലിവില്ലേ എന്നുള്ളതാണ്. ആ കുഞ്ഞിന്റെ മുഖം പോലും ഒന്ന് ബ്ലർ ചെയ്യാതെ അത് എടുത്തതോ പോട്ടെ, അത് കാണിക്കുന്ന ആ കുഞ്ഞ് നിലവിളിക്കുന്നത് കാണുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ചാനൽ മാറ്റാതെ എല്ലാ ആൾക്കാരും എത്ര നെഞ്ചു പൊട്ടുന്ന വേദനയിലായാലും അത് കണ്ടിരുന്നു പോവും. അതാണ് ഇതെന്ന് പറയുന്നത്. അപ്പം അതിനുവേണ്ടി മാത്രം ആ കുഞ്ഞിന്റെ ആദ്യം നെട്ടോട്ട് ഓടിക്കൊണ്ട് ലാസ്റ്റ് അവിടെ നിന്ന് ഏതോ ഒരു വ്യക്തി പറയുകയാണ്, നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇത് ഷൂട്ട് ചെയ്യുക വലിയ കാര്യങ്ങൾ ചെയ്യും, ഇപ്പം ഇങ്ങനെ ചെയ്യാതിരിക്കും എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന ഒരു വീഡിയോനകത്തുണ്ട്. ഇതൊക്കെ കാണുന്ന സമയത്ത് അറപ്പും വെറുപ്പും അല്ലാതെ ഇവർക്കൊക്കെ എന്താണ് തോന്നുന്നത്?
തോന്നുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥ മാധ്യമ പ്രവർത്തകരായിട്ട് ഇവിടെ ആരുണ്ട്? നമുക്ക് കഴിഞ്ഞ വർഷത്തിൽ ഏകദേശം ഈ ഒരു ടൈമിനോട് അനുബന്ധിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്, നമുക്കറിയാം കർണാടകയിൽ നടന്നിട്ടുള്ള ഈ പറയുന്ന മണ്ണിടിച്ചിലുമായിട്ട് ബന്ധപ്പെട്ട് മലയാളിയായിട്ടുള്ള അർജുനും ലോറിയും ഈ പറയുന്ന വെള്ളത്തിലേക്ക് ഗംഗാവലിയിലേക്ക് ഒലിച്ചു പോയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അതേ ടൈമിലും ഇതുപോലത്തെ തെണ്ടിത്തരങ്ങൾ കാണിച്ചുള്ള കുറേ മാപ്രകളെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു തരത്തിലും അലിവില്ലാതെ അവരുടെ അമ്മയുടേത് അല്ലെങ്കിൽ ഈ പറയുന്ന ഭാര്യയുടേത് കണ്ണീര് കഥകൾ ഇങ്ങനെ സീക്വൻസ് ആയിട്ട് എപ്പിസോഡ് ബേസ് ഇങ്ങനെ 24 മണിക്കൂർ 24/7 ഇങ്ങനെ കാണിച്ച് റേറ്റിംഗിൽ ഒന്നാമതെത്താൻ വേണ്ടി വെമ്പൽ കൊണ്ട് ഇങ്ങനെ ആർത്തി പൂണ്ട ഒരു മീഡിയയെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിലപ്പുറത്തേക്ക് കൊച്ചു മകന്റെ ഉള്ളിലേക്ക് തീക്കനൽ കോരിയിടാൻ വേണ്ടി അതിനെ വെച്ച് പോലും ചൂത് കളിക്കുക എന്നൊക്കെ പറയില്ല, പന്താടുക എന്നൊക്കെ പറയില്ല, അതുപോലെ ചെയ്ത മാധ്യമ പ്രവർത്തനം എങ്ങനെയാണ്? നിങ്ങളൊക്കെ പഠിച്ച മാധ്യമ പ്രവർത്തനം ഇതാണോ ജേർണലിസം എന്ന് പറയുന്നത്? ഇതിനു വേണ്ടിയിട്ടാണോ നിങ്ങൾ ഈ മേഖലയിലേക്ക് ഇറങ്ങി ചെന്നതെന്ന് പറയുന്നത്? എനിക്ക് 100% ഉറപ്പുള്ളൊരു കാര്യമുണ്ട്, ഈ സുകുമാർ അഴീക്കോട് എന്ന് പറയുന്ന ഒരു വ്യക്തി, വേറെ ആരും ഇതിനെക്കുറിച്ച് സംസാരിക്കുമെന്ന് എനിക്ക് തോന്നില്ല, പക്ഷെ ആ ഒരു വ്യക്തി ഇന്ന് ജീവനോടെ ഇരിപ്പുണ്ടായിരുന്നെങ്കിൽ ഇതിനെതിരെ ഒരു വാക്കെങ്കിലും അദ്ദേഹം പ്രതികരിക്കാതിരിക്കത്തില്ല. കാരണം ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ശക്തനായിട്ടുള്ളത് എൻ്റെ ഒരു കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ഞാൻ കുറച്ചെങ്കിലും കണ്ടിട്ടുള്ളത് വെച്ചിട്ട് ആ മനുഷ്യനെ കഴിയും ആര് സത്യത്തിൽ വാ തുറന്ന് ഉരിയാടിയിട്ടില്ല. ഉരിയാടാൻ ഒരു തരത്തിലുള്ള ഈ പറയുന്ന സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു ആൾക്കാരും ഇല്ലെന്ന് തന്നെ പറയാൻ പറ്റും. ഒരു സാഹിത്യകാരന്മാരും ഒന്നും ഉണ്ടായിട്ടില്ലെന്ന് തന്നെ പറയാം. അദ്ദേഹം പറഞ്ഞിട്ടുള്ള കുറേയധികം കാര്യങ്ങളുണ്ട്. പത്രധർമ്മം എന്ത്, പത്രപ്രവർത്തനം എന്തെന്ന്, പത്രനീതി എന്ന് പറയുന്ന ഒരു ഹെഡിങ്ങോട് കൂടി തന്നെ അദ്ദേഹം എഴുതിയ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരുപാട് പുച്ഛത്തോടെ അല്ലെങ്കിൽ ഒരുപാട് അദ്ദേഹം പറഞ്ഞ കുറേയധികം വാക്കുകളുണ്ട്. ഇതിൽ എത്ര പേര് അത് വായിച്ചിട്ടുണ്ട്, എത്ര പേര് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ നോക്കിയിട്ടുണ്ട്? അല്ലെന്നുണ്ടെങ്കിൽ എനിക്കൊന്നും മനസ്സിലാവാത്തൊരു കാര്യമാണ്. ഇങ്ങനെയാണോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റിംഗിൽ കൂട്ടേണ്ടതെന്ന് പറയുന്നത്? എന്ത് തരത്തിലുള്ള കള്ളത്തരോ അച്ചടിച്ചിറക്കി അല്ലെങ്കിൽ ഒരു വാർത്ത തുടങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ അവസാനം പോലും കാണിക്കാതെ ചുമ്മാതെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 24 മണിക്കൂറും ആ വാർത്ത തന്നെ കാണിച്ചുകൊണ്ടിരിക്കും. പിന്നെ വേറെ ഒരു വാർത്ത അതിനകത്ത് കാണിക്കില്ല. കാരണം ഇതിനായിരിക്കും റേറ്റിംഗ്. അതിനകത്ത് ഈ പറയുന്ന കണക്ക് കണ്ണീർ കഥകൾ കൃത്യമായിട്ട്, അത് ഏറ്റവും അടുത്ത ബന്ധുജനങ്ങളുടെ ഏറ്റവും വൈകാരികമായിട്ടുള്ള, അവർക്ക് താങ്ങാൻ പോലും പറ്റാത്ത സമയത്ത് ഈ കോലും കൊണ്ട് അവരുടെ വായ്ക്കടിയത്തിലേക്ക് പോയിട്ട് എന്ത് പറയുന്നു, എങ്ങനെയാണെന്ന് ചോദിക്കാൻ ഇത്രയും ഉളുപ്പില്ലാത്തൊരു വർഗത്തെ എങ്ങനെയാണ് കഴിയുന്നത്? കാരണം ഏറ്റവും പ്രധാനപ്പെട്ട മുൻനിരയിൽ നിൽക്കുന്ന മാധ്യമ ചാനലുകളിൽ മൊത്തം ഞാനിത് കണ്ടു. ഇതുപോലെ ആ കുഞ്ഞുങ്ങളുടെ വീഡിയോ എല്ലാ ചാനലുകളിലും നിരന്തരമായിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം സ്വാഭാവികമായിട്ടും തോന്നിപ്പോയൊരു കാര്യം, നിങ്ങൾക്കും ഇല്ലേ മക്കളെന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്കും ഇല്ലേ നിങ്ങളുടെ വിചാരങ്ങൾ എന്ന് പറയുന്നത്? നിങ്ങളുടെ അമ്മയോ അച്ഛനോ മരിക്കുന്ന സമയത്ത് നിങ്ങൾ സ്വയം ഈ പറയുന്ന ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് അത് മൊത്തം എടുത്ത് എപ്പിസോഡ് ബേസ് നിങ്ങൾ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നതെന്ന് പറയുന്നത്. കുറച്ചെങ്കിലും ചെയ്യുന്ന പ്രവൃത്തിയോട് കുറച്ചെങ്കിലും, അതല്ലാതെ നാട്ടുകാരിൽ നിന്ന് വാർത്തകൾ കൊണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന നാട്ടുകാരുടെ പ്രതികരണങ്ങൾ എടുത്തുകൊണ്ട് ഈ ഒരു വാർത്ത നിങ്ങൾക്ക് സംപ്രേഷണം ചെയ്യാൻ കഴിയുന്നതാണ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വേണമെങ്കിൽ അവരെ കണ്ടുകൊണ്ട് സംസാരിക്കുന്നത് പിന്നെയും ഒരു അലിവെന്ന് പറയാൻ പറ്റും. ഈ തൊട്ടടുത്ത സെക്കൻഡിൽ അവർ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് ഒന്നും അവർക്കറിയില്ല. ആ സെക്കൻഡിൽ പോലും അവരുടെ കണ്ണീര് കച്ചവടം ചെയ്യുന്ന നിങ്ങളെയൊക്കെ മാധ്യമ പ്രവർത്തകർ എന്നാണോ പറയാനുള്ളത്, അതോ മറ്റേതെങ്കിലും പേരിട്ടാണോ നിങ്ങളെയൊക്കെ വിളിക്കേണ്ടുള്ളത്?